ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നാണല്ലോ നമ്മൾ വായിച്ചു വരുന്നത്. ഇന്ന് വായിക്കുന്നത് അതിൻ്റെ 12-ാം അധ്യായമാണ്. 12-ാം അധ്യായത്തിൽ രാജ്യം രണ്ടായി വിഭജിക്കപ്പെടുകയാണ്. കാരണം ശലോമോൻ്റെ പാപം, മർത്യാമൂർത്തികളെ അവൻ ആരാധിച്ചു, ദൈവത്തിൽ നിന്നകന്നു, തികച്ചും ഒരു ജഡീകനായി മാറി. ആ സന്ദർഭത്തിൽ ദൈവം കൊടുത്ത ഒരു ശാപമായിരുന്നു, ശിക്ഷയായിരുന്നു, നിനക്ക് ശേഷം രാജ്യം വിഭജിക്കപ്പെടും. ഇവിടെ ശലോമോന് ശേഷം ഇസ്രായേൽ ജനം ഷെഖേമിൽ ഒന്നിച്ചുകൂടിയെന്നറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മകനായ രഹബെയാം അവിടെ ചെന്നു, അദ്ദേഹത്തെ രാജാവാക്കുന്നതിനു വേണ്ടി. ഈ വിവരമറിഞ്ഞ് ശലോമോനെ ഭയപ്പെട്ട് രാജ്യം വിട്ടിരുന്നതായ ജെറോബെയാമും ഈജിപ്തിൽ നിന്ന് അവിടെ ഓടിയെത്തുന്നു. എന്നിട്ട് ജെറോബെയാമും ജനങ്ങളും കൂടി റഹബെയാമിൻ്റെ അടുത്ത് നിന്ന് പറയുന്നു, നിൻ്റെ പിതാവ് ഞങ്ങളെ കണ്ടമാനം പീഡിപ്പിച്ചിട്ടുണ്ട്, വലിയ നുഖം ഞങ്ങളുടെ മേൽ വെച്ചിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത് അടിമത്തത്തിൻ്റെ. നീ അത് ലഘൂകരിച്ച് ഞങ്ങൾക്ക് തരണമെങ്കിൽ നിന്നെ രാജാവായി ഞങ്ങൾ അംഗീകരിക്കുമെന്നർത്ഥം. അപ്പം റഹബെയാം അവരോട് പറയുന്നു, നിങ്ങൾ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വാ, ഞാനിതിവിടെ മറുപടി പറയാം. എന്നിട്ട് ശലോമോൻ രാജാവിൻ്റെ ഉപദേഷ്ടാക്കന്മാരായിരുന്ന, അവർക്ക് ഇപ്പോൾ വൃദ്ധന്മാരായല്ലോ, അവരുടെ അടുത്ത് ചെന്ന് ഇദ്ദേഹം അഭിപ്രായം ചോദിച്ചു. അവർ പറഞ്ഞു, നിൻ്റെ അപ്പൻ വെച്ചതായ നുഖം, ആ ഭാരം നീ അവർക്ക് ലഘൂകരിച്ച് കൊടുത്താൽ അവർ ആയുഷ്കാലം മുഴുവൻ അവരെ നിനക്ക് ദാസന്മാരായിരിക്കും, നിനക്ക് രാജാവാകാൻ പറ്റും. അവർ വൃദ്ധരെന്ന രീതിയിൽ അവരുടെ അഭിപ്രായത്തെ റഹബെയാം തള്ളിക്കളഞ്ഞിട്ട് അദ്ദേഹം യുവാക്കന്മാരോട് അഭിപ്രായം ചോദിക്കുന്നു. അവർ പറഞ്ഞു, ഒരിക്കലും അങ്ങനെ നീ മറുപടി പറയരുത്. നീ അവരെ കഠിനമായി ശിക്ഷിക്കുമെന്ന് തന്നെയാണ് നീ അവരോട് പറയേണ്ടത്. എന്നിട്ട് അദ്ദേഹം 3 ദിവസം കഴിഞ്ഞ് അവർ വന്നു. ജനം വന്നപ്പം അവരോട് പറഞ്ഞു, എൻ്റെ അപ്പൻ നിങ്ങളെ ചാട്ടവാറ് കൊണ്ട് അടിച്ചെങ്കിൽ ഞാൻ മുൾച്ചാട്ട കൊണ്ട് നിങ്ങളെ അടിക്കും. എൻ്റെ വിരലിൻ്റെ കനം എൻ്റെ അപ്പൻ്റെ അരക്കെട്ടിൻ്റെ കനത്തേക്കാൾ വലുതാണ് എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതൽ നിങ്ങൾക്ക് പീഡകൾ നൽകുകയുള്ളൂ എന്ന് പറഞ്ഞ് റഹബെയാം അവരോട് സംസാരിച്ചു. അത് കേട്ടപ്പോൾ ജനം റഹബെയാമിനെ എതിരായിട്ട് അവിടെ തിരിയുകയാണ്. അവർ പറഞ്ഞു, ദാവീദ് ഞങ്ങൾക്കാര്, ഈശായി ഞങ്ങൾക്കാര് എന്നൊക്കെ പറഞ്ഞ് അവനെ അവിടെ നിന്ന് ഓടിക്കുന്നു. റഹബെയാം പ്രാണരക്ഷാർത്ഥം അവിടെ നിന്ന് രഥം കയറി പോവുകയാണ്. അതിനുശേഷം അദ്ദേഹം 2 ഗോത്രങ്ങളെ ഒന്നിച്ചു കൂട്ടി, ബെന്യാമിൻ ഗോത്രത്തെയും യഹൂദാ ഗോത്രത്തെയും ഒന്നിച്ചു കൂട്ടി അദ്ദേഹത്തെ അനുകൂലിക്കുന്ന, അതിൽ നിന്ന് പടയാളികളെയൊക്കെ തിരഞ്ഞെടുത്ത് ഇസ്രായേൽ ജനത്തോട് യുദ്ധം ചെയ്യാൻ വേണ്ടി അദ്ദേഹം അവിടെ ഒരുങ്ങുകയാണ്. ആ സമയത്താണ് ഷമായി പ്രവാചകൻ ചെന്ന് പറഞ്ഞു, അവരോട് നീ യുദ്ധം ചെയ്യരുത് എന്ന് പറഞ്ഞ് അവനെ അവിടെ നിന്ന് തിരിച്ചയക്കുകയാണ്. അങ്ങനെ റഹബെയാം ഓടിപ്പോയതുകൊണ്ട് ജെറോബെയാമിനെ ജനങ്ങളെല്ലാം കൂടി രാജാവാക്കി അദ്ദേഹം വാഴുന്നു. 25-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്നത് ജെറോബെയാമും ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയാണ്. റഹബെയാം അങ്ങനെ ഒരു മറുപടി, എൻ്റെ അപ്പൻ ചാട്ടവാറ് കൊണ്ട് അടിച്ചെങ്കിൽ ഞാൻ മുൾച്ചാട്ട കൊണ്ട് നിങ്ങളെ അടിക്കുമെന്നും അങ്ങനെ പറയാൻ ദൈവം ഒരു മുഖാന്തരമുണ്ടാക്കി. അതുകൊണ്ടാണ് ഇവിടെ ജെറോബെയാമിന് രാജാവാകാൻ സാധിക്കും. ദൈവം നേരത്തെ ഷമായി പ്രവാചകൻ മുഖാന്തരം അവനെ നേരത്തെ ആ കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളതാണല്ലോ.
ദൈവം അങ്ങനെ ഒരു വഴിയൊരുക്കി അവനെ രാജാവാക്കിയതാണ്. എന്നാൽ അവൻ ഇന്ന് ജനത്തെ കൂടുതൽ ബിംബാരാധനയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം നമ്മൾ ഇനി വായിക്കുകയാണ്. അവൻ ഇപ്രകാരം വിചാരിച്ചു, അവരുടെ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് ജെറുസലേമിലാണല്ലോ. ജനം എല്ലാ വർഷവും അവിടെ പെരുന്നാളിന് പോകും. അങ്ങനെ പെരുന്നാളിന് പോയാൽ അവിടെയുള്ള ആളുകളുമായിട്ട് സംസാരിച്ച് കാലക്രമത്തിൽ ഇവർ എന്നിൽ നിന്ന് അകലും. കാരണം ഞാൻ അവരുടെ അല്ലെങ്കിൽ ശലോമോൻ്റെ ദാസൻ്റെ മകനാണ്. അവർ എന്നിൽ നിന്ന് അകന്നിട്ട് ശലോമോൻ്റെ മകൻ റഹബയാമിനെ സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരെ യെരുശലേമിൽ വിടാതിരിക്കാൻ അവർ താമസിക്കുന്ന ഈ സ്ഥലത്ത് തന്നെ അവർക്ക് പെരുന്നാൾ ആഘോഷിക്കാനും ആരാധിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുത്തു. അദ്ദേഹം എന്താ ചെയ്തത്? 2 കാളക്കുട്ടിയെ ഉണ്ടാക്കി. ഒന്നിനെ ബഥേലിലും മറ്റേ ദാനിലും 2 തലസ്ഥാന നഗരങ്ങളിൽ സ്ഥാപിച്ചിട്ട്, നിങ്ങളുടെ പിതാക്കന്മാരെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ച ദൈവം ഇതാണെന്ന് പറഞ്ഞ് അതിനെ ആരാധിച്ചുകൊള്ളാൻ പറഞ്ഞു. ഇതിനു മുൻപും ബിംബങ്ങളെ ആരാധിച്ച് പരിചയമുള്ള ഇസ്രായേൽ ജനം അവൻ പറയുന്നത് കേട്ട് അതിനെ ആരാധിക്കാനായി ഇവിടെ ആരംഭിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ജെറുസലേമിൽ പെരുന്നാളിന് പകരം 8-ാം മാസം 15-ാം തീയതി ഇവിടെ തന്നെ അദ്ദേഹം മറ്റ് പെരുന്നാളുകളൊക്കെ ബദൽ സംവിധാനം ഉണ്ടാക്കി. ലേവ്യരല്ലാത്ത ആളുകളെ പുരോഹിതന്മാരാക്കി അവർക്ക് കൊടുത്തു. എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്കൊരു ബദൽ സംവിധാനം ഉണ്ടാക്കി കൊടുത്തു. അപ്പം അങ്ങനെ ജെറോബയാം ചെയ്യാൻ കാരണം ജനം തന്നിൽ നിന്ന് അകലുമെന്ന് ഭയപ്പെട്ടിട്ടാണ്. ബദൽ സംവിധാനം ഉണ്ടാക്കുകയാണ്. ഇന്നും ക്രൈസ്തവ സമൂഹത്തിലും ബദൽ സംവിധാനങ്ങളുണ്ട്. കർത്താവ് തൻ്റെ സഭയെ സ്ഥാപിക്കാനുള്ള അധികാരം കൊടുത്തത് തൻ്റെ ശിഷ്യന്മാർക്കാണ്. യോഹന്നാൻ 20:21 മുതൽ പുനരുദ്ധാനം ചെയ്ത കർത്താവ് സ്വർഗാരോഹണത്തിന് മുമ്പ് ശിഷ്യന്മാരെ വിളിച്ച് അവരുടെ മേലൂതി പരിശുദ്ധാത്മാവിനെ നൽകി പാപമോചന അധികാരം അവർക്ക് നൽകി. എൻ്റെ പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. യേശു അതായത് തുടങ്ങി വെച്ച് തുടരാനുള്ള ദൗത്യം കർത്താവ് പരിമേൽപ്പിച്ച സ്ത്രീയന്മാരെയാണ്. അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന് പെന്തിക്കോസ്തിന്റെ ദിവസം പരിശുദ്ധാത്മാവരുടെ മേൽ വന്ന് ക്രൈസ്തവ സഭ സ്ഥാപിതമാവുകയാണ്. പത്രോസ് അപ്പോസ്തലന്റെ പ്രസംഗം കേട്ട് 3000 ആളുകൾ അന്ന് സഭയോട് ചേർന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ ദിനം പ്രതി ഇങ്ങനെ ആളുകളെ സഭയോട് ചേർത്ത് അങ്ങനെയാണ് സഭ ഇവിടെ രൂപീകരിക്കപ്പെട്ടത്. എന്നാൽ അതിന് ബദൽ സംവിധാനമായി ഇന്നും ധാരാളം സഭകളെ നമുക്ക് കാണാൻ പറ്റും. അവർക്ക് ബദൽ സംവിധാനം ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിലായിരുന്നു നമ്മുടെ കർത്താവും സമര്യാസ്ത്രീയുമായുള്ള സംഭാഷണം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പ്രവാസി മടങ്ങി വന്ന യഥാർത്ഥ ഇസ്രായേൽ ജനം യെരുശലേം ദേവാലയം പണിതപ്പോൾ പണ്ട് ഇവിടെ അവർ യഹൂദന്മാരായിരുന്ന ആളുകൾ ബാബേൽ പ്രവാസത്തിൽ പോകാതെ പിടിക്കപ്പെടാതെ ഇവിടെ രക്ഷപ്പെട്ടവർ ജാതികളുമായി ഇടകലർന്ന് വിവാഹ ജീവിതം നയിക്കുകയും അവരുടെ ആരാധനയിലേക്ക് ജാതീയമായി പകുതി പോവുകയും ചെയ്തു. പ്രവാസത്തിന് മടങ്ങി വന്ന ജനം ഒരിക്കലും ആ പ്രവാസത്തിൽ നിന്ന് അവർ ദൈവത്തിൽ നിന്ന് അകന്നിട്ടില്ല. അവർ യെരുശലേം ദേവാലയം പണിയാൻ നേരം ഇവർ സമര്യരും ചെന്നു. പക്ഷേ ജനം അത് സമ്മതിച്ചില്ല. അതിന് പകരം അവർ മറ്റൊരു ബദൽ സംവിധാനം ഉണ്ടാക്കി. യെരുശലേം ദേവാലയത്തിൻ്റെ എതിർമലയിൽ ഗെരിസീനിൽ അവർ മറ്റൊരു ദേവാലയം ഉണ്ടാക്കി. അവിടാണ് സമര്യർ ആരാധിച്ചു വന്നത്. ഈ പശ്ചാത്തലത്തിലാണ് യേശു സമര്യാസ്ത്രീയുമായുള്ള സംഭാഷണം. അതുകൊണ്ട് സമര്യാസ്ത്രീ യേശുവിന് പറഞ്ഞു, നിങ്ങൾ യഹൂദർ പറയുന്ന ദൈവം ആ മലയിലാണ്, ഞങ്ങൾ സമര്യർ പറയുന്ന ദൈവം ഈ മലയിലാണ്. അപ്പോൾ കർത്താവ് അതൊക്കെ പറഞ്ഞപ്പോൾ ആ സ്ത്രീയോട് പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 22 മുതൽ പറയുന്നു, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ ആരാധിക്കുന്നു. യഹൂദനിൽ നിന്നല്ലോ രക്ഷ വരുന്നത്. കാരണം യഹൂദൻ്റെ ദേവാലയമാണ്, അവിടുത്തെ യാഗങ്ങളാണ് ദൈവം പറഞ്ഞിട്ട് സ്ഥാപിച്ചിട്ടുള്ളത്. മറ്റേതൊക്കെ ബദൽ സംവിധാനമാണ്. ബദൽ സംവിധാനത്തിൽ നിന്നൊരിക്കലും രക്ഷയുണ്ടാവുകയില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ആർക്കും ബദൽ സംവിധാനം എപ്പോൾ വേണേലും എങ്ങനെ വേണേലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ദൈവത്തിൻ്റെ നൽവരവും ആ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപാവരവും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് അപ്പസ്തോലികമായ ആ ഒരു സംവിധാനത്തിലാണ്. അത് മനസ്സിലാക്കി ദൈവത്തെ ആരാധിക്കുവാനും സഭയിൽ നിലനിൽക്കുവാനും നമുക്കിടയായിത്തീരണം. നമ്മൾ ഈ വായിക്കുന്ന വേദഭാഗങ്ങളിലൂടെയൊക്കെയും എങ്ങനെയാണ് പഴയ നിയമത്തിൽ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയതെന്നും അവനവൻ്റെ സ്വാർത്ഥതയും അല്ലെങ്കിൽ
അങ്ങ് മറ്റുള്ളവരിൽ നിന്ന് എല്ലാ അധികാരങ്ങളൊക്കെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഹീനമായ ഒരുപാട് മാർഗങ്ങൾ മനുഷ്യൻ സ്വീകരിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. അതൊന്നും ആത്യന്തികമായി നിലനിൽക്കുകയില്ല എന്ന് നമുക്ക് പിന്നീട് മനസ്സിലാവും. അതുകൊണ്ട് സത്യത്തിൻ്റെ മാർഗത്തിൽ കൂടെ സഞ്ചരിക്കുവാനും കർത്താവ് സ്ഥാപിച്ചതായ സഭയിൽ അംഗങ്ങളായിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്കിടയാകണം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ശക്തീകരിക്കണമേ. മറ്റ് പ്രലോഭനങ്ങൾക്ക് വിധേയമാകുവാൻ ഇടയാകില്ല എന്നുള്ള പ്രാർത്ഥനയോടെ ഓരോ ദിവസവും ജീവിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.